നിങ്ങളൊക്കെ 3 പേരെയും പരിചയമുള്ള ആളുകളാണല്ലോ. അതെ എല്ലാം പരിചയമുള്ള ആളുകളാണ്. ആശ്വാസമായല്ലേ? ആശ്വാസമായി. ഭയങ്കര ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ സമയം വരെ എൻ്റെ വീട്ടിൽ പോലും പോയിട്ടില്ല. എൻ്റെ വിളിച്ചിട്ട് നീങ്ങിയ അപ്പം ഞങ്ങൾ കൂട്ടുകൂടി നടക്കണതാ. അതുകൊണ്ട് ഞങ്ങൾ പരിചയമുണ്ട്. പക്ഷേ ഞാനും കൂടെ എന്നാലും അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. പോകാനായിട്ട് ഇറങ്ങിയപ്പം ചേച്ചി വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചിനി കയറി പോന്നു. അവർ പോയി. ഈ പശുവിനെ കാണാതാകുമ്പോ നമ്മൾ ഇങ്ങനെ പോകാറുള്ളതാണോ? അന്വേഷിച്ച് പോയി കണ്ടെത്തി ദൂരെയൊന്നും പോകാറില്ല. അടുത്ത പ്രദേശത്തൊക്കെ പോകാറേ ഉള്ളൂ. തന്നെ തിന്നിട്ട് തന്നെ വരുമായിരുന്നു. പിന്നെ അന്ന് വന്നില്ല. വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച് ഞങ്ങൾ ഈ അടുത്ത പ്രദേശത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ പശുവിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വഴി തെറ്റി പോയതാ. അങ്ങനെയാണ് പോയത്. അങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് അവർ ഉള്ളിലേക്ക് പോയി. ഈ ആനക്കൂട്ടത്തെ കണ്ട് പേടിച്ചു പോയതാണോ? ആനക്കൂട്ടം കണ്ട് പേടിച്ചു പോയതാ. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇഷ്ടം പോലെ ആനയുണ്ടല്ലോ. പിന്നെ രാത്രി ആയില്ലേ, അങ്ങനെ കണ്ണറിയാമ്പോൾ ഭയങ്കര കാടല്ലേ. അതുകൊണ്ട് അവരങ്ങ് തിരിച്ചങ്ങോട്ട്. 3 പേർക്കും ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളത് കുറച്ച് പേടിയായി പോയല്ലേ? അങ്ങനെ കുറച്ച് പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇത് ഷുഗറൊക്കെ ഉള്ളവരവര്. അപ്പം അതങ്ങനെ ഒരു പേടിയുണ്ട്. പേടിയാണ് 2 പേർക്ക്, പെങ്ങൾക്കും അച്ഛനും. വൈഫിനും കുഴപ്പമില്ല. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റാ പോരെ, കളഞ്ഞിട്ട് വരാൻ പറ്റുമല്ലോ. 68 വയസ്സുണ്ടല്ലേ പാർക്കുട്ടി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള. എന്തായാലും ഇപ്പൊ ആശ്വാസമായില്ലേ? ഇപ്പോഴും ടെൻഷനാണ് ചേട്ടന്റെ മുഖത്തല്ലേ? ആശ്വാസം ഇനി കണ്ടാലാണ് ഒരു ആശ്വാസം. മകനും ഈ കൂട്ടത്തിൽ തന്നെ പോവായിരുന്നു ഇന്നലെ തെരച്ചിലിന് പോവായിരുന്നോ? അതെ, അന്നേരം തൊട്ട് പോണേ മോനും 2 മണി തൊട്ട്. എന്തായാലും മായയുടെ ഭർത്താവാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇന്നലെ ചേട്ടനെയാണ് മായ ആദ്യം ഫോൺ വിളിക്കുന്നത്. ഇങ്ങനെ കാടിനകത്താണ്, അകപ്പെട്ടിരിക്കുകയാണ്, വഴി മനസ്സിലാകുന്നില്ല, ആനയുണ്ട് എന്ന വിവരമൊക്കെ മായ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. പിന്നീട് ഫോണിൽ മായയെ കിട്ടാതായി, കൂട്ടത്തിലുള്ള 2 പേരെയും കിട്ടാതായി. മായയുടെ കൈവശം മാത്രമാണ് ഫോൺ ഉണ്ടായിരുന്നത്. അത് വലിയ ആശങ്കയായി. ഈ ആനക്കൂട്ടമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഫോൺ വിളിക്കേണ്ട, ബഹളം കേട്ട് കൂടുതൽ ആശങ്ക സാഹചര്യം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ വിളിക്കേണ്ട എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റൊരു ആശങ്ക ഇവർക്കുണ്ടായിരുന്നത് 2 പേർക്കും ഷുഗർ ഉണ്ട്. ഭക്ഷണം കഴിക്കാതെ 1 മണിക്ക് ഈ പശുക്കളെ തിരയാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് 3 പേരും. ഇത്രയും സമയമായിട്ട് കാണാത്തത് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ മായയുടെ മകൻ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരുടെ സംഘമാണ്, സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ 3 പേരും ഉള്ളത്. ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ടൊക്കെ അവർ നടന്ന്, ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എത്ര സമയമെടുക്കുമെന്നറിയില്ല, എങ്കിലും വേഗം തന്നെ അവർ നടന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പോലീസിന്റെ ആളുകളടക്കം ഇവിടെയുണ്ട്. ആവശ്യമെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് നേരത്തെ CI ഫൈസൽ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമില്ല. തങ്ങൾ ആരോഗ്യപരമായി ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളില്ല എന്നതാണ് ഈ 3 പേരും ഫോണിലൂടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. എന്തായാലും വലിയ ആശങ്കയായിരുന്നു. നമുക്കിതായി വീട്ടിലുള്ള ആളുകളുടെ മുഖം നോക്കിയാൽ അറിയാം. ബന്ധുക്കളും ചേച്ചിമാരും അയയുടെ അടക്കം സഹോദരിമാരൊക്കെ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. കാരണം കാടാണ്, കാടിനെ അറിയുന്നവരാണ് ഇവർ. പക്ഷേ എങ്കിൽ പോലും വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. രാത്രിയിൽ വീട്ടിലേക്ക് അവർ തിരികെ എത്തുന്നില്ല എന്നുള്ളത് ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ഓരോ നിമിഷവും ആശങ്കയുടേതാണ്. എന്തായാലും അതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും റിയ മുൾമുനയിലായിരുന്നു മണിക്കൂറുകൾ എന്ന് വേണം പറയാൻ. പ്രേക്ഷകർ ഒന്നടങ്കം ഇവരെ കണ്ടെത്താനാകുമോ എന്ന ആശങ്കയിൽ സങ്കടത്തോടെ നമുക്ക് പലതും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇവരെ എങ്ങനെയാണ് കണ്ടെത്താനാവുക, എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഇവരെ കണ്ടെത്തി ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇവർ തിരികെ എത്തുന്നു എന്ന സന്തോഷ വാർത്ത ലഭിക്കുമ്പോൾ പലരും കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ അന്വേഷിച്ചു പോയ അത് ആരെയാണോ, അയാളൊരു താരമാണല്ലോ എന്ന്. അത് ആ പശുവാണ്. പശു നേരത്തെ തന്നെ തിരികെ എത്തിയിരുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും പശുവും താരമായി. കാട് അറിയുന്ന ആളായിരുന്നു ഇവിടെ താമസിച്ച്. അറിയാൻ പാടില്ല. ഇവിടെ ഇങ്ങനെ പരിസരത്തൊക്കെ പോയിട്ടുണ്ട്. അങ്ങ് അകലൊന്നും പോയിട്ടില്ല. പശുവിനെ ഒരു ദിവസമായിട്ട് കാണാത്തോണ്ടാണ് അങ്ങ് ഇറങ്ങി പോയതല്ലേ? പശുവിനെ കണ്ടില്ല. കറക്കണ സമയത്ത് അടിക്കാൻ പോയതാ. പശുവിനെ അന്നേരം അവള് കണ്ടില്ല. പക്ഷെ അവര് അവരങ്ങ് വഴി തെറ്റി അങ്ങ് പോകേണ്ടതായിരിക്കും. ഒത്തിരി പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. എന്തായാലും വേഗം തന്നെ നടന്നിങ്ങോട്ട് വരുന്നാണ് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. മകൻ എന്താ പറഞ്ഞത്? മഴയുടെ മകൻ വിളിച്ചപ്പോ കേട്ടിരുന്നോ? ഞാൻ വരുമോ എന്ന് പറഞ്ഞു. വരുവോ ചായി. മായ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചില്ല. അവൻ പറഞ്ഞപ്പോ മായ സംസാരിച്ചിരുന്നോ? മകള് സംസാരിച്ചു.
ശബ്ദം കേട്ടു. കേട്ടു. ഞാൻ വരുവാന്ന് പറഞ്ഞു അവനോട്. അച്ചായി അച്ചായിന്ന് വിളിക്കണേ. അപ്പം ഞാൻ വരുക അച്ചായി, ഞാൻ നടന്ന് വരുക, ഞങ്ങൾ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്, വരുക, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടോണ്ടിരുന്നു. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? നടന്നു വരാൻ പറ്റുന്ന സ്ഥിതിയാണ്. പയ്യെ നടന്നു വരിക എന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് വണ്ടിയൊന്നും പോകില്ലോ. നടന്നു വരട്ടെ. എന്തായാലും സമാധാനമായി. സന്തോഷമായി. സന്തോഷം, ഒത്തിരി സന്തോഷം. അമ്മയുടെ പേരെന്താ? എൻ്റെ ഒരു മേരി. മായയുടെ അമ്മ മേരിയാണ് നമ്മളോട് സംസാരിച്ചത്. വലിയ ആശ്വാസമുണ്ട്. ഇതാ അമ്മയുടെ മുഖത്ത് തന്നെ ആശ്വാസം മുഴുവനുണ്ട്. കാരണം ഒരു രാത്രി മുഴുവൻ 3 പേരും എവിടെയാണെന്നറിയാതെ നാടൊന്നാകെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോറസ്റ്റിന്റെ ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ, പോലീസിന്റെ, നാട്ടുകാരുടെ, CCF അടക്കമുള്ള സംഘങ്ങൾ ഇതാ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. DFO ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആശങ്കയുടെ നിമിഷമായിരുന്നു. പക്ഷേ എല്ലാത്തിനും ആശ്വാസമായിരിക്കുന്നു. 3 പേരും സുരക്ഷിതരാണ്. അവർ അല്പസമയത്തിനകം തന്നെ നടന്ന് തിരിച്ചു വരും. വാഹനങ്ങൾ പോകില്ല. അതുകൊണ്ട് തന്നെ പതിയെ സാവധാനം നടന്ന് സുരക്ഷിതരായി തിരിച്ചു വീടുകളിലേക്ക് വരുമെന്ന വിവരമാണ് ഇപ്പോൾ ഫോണിലൂടെ തന്നെ ഈ മായയുടെ മകൻ തന്നെ ഫോണിലൂടെ വിളിച്ച് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ആശ്വാസത്തിന്റെ നിമിഷമാണ്. എന്തായാലും ബന്ധുക്കളടക്കം ഇവിടെ ഉണ്ട്. ഇതൊരു നാട്ടുപ്രദേശമാണ്. എല്ലാവരെയും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അയൽവാസികളടക്കം വലിയ ആശങ്കയോടെ തന്നെ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഓടിയെത്തുകയായിരുന്നു. നേരത്തെ മായയുടെ ഭർത്താവ് നമ്മളോട് സംസാരിച്ചു. മായയുടെ മകൻ അടക്കമുള്ളവരാണ് ഈ തെരച്ചിലിനായി കാടിനകത്തേക്ക് പോയത്. അവരോട് സംസാരിച്ചിരുന്നു. നമുക്കിപ്പം അമ്മ കൂടി ചേരുന്നുണ്ട്. അമ്മ കേട്ടുവല്ലേ? സുരക്ഷിതരാന്ന് കേട്ടു. സന്തോഷമുണ്ട്. മരിച്ചുപോയ മകളെ തിരിച്ചു വരണ്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പേടിച്ചു പോയിരുന്നോ ഇന്നലെ? ഇപ്പം സുരക്ഷിതാണ്. ശബ്ദം കേട്ടോ? അത് എല്ലാവരും പറഞ്ഞതാണോ? അവര് കേട്ടതാണ്. ഇനിയിപ്പം സമാധാനമായി അല്ലേ? വല്ലാതെ പേടിച്ചു പോയിരുന്നു അല്ലേ? പേടിച്ചു പോയി. കിടന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. ആകെ ഭയന്നിരിക്കത്. എല്ലാവരും കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്നില്ല. മോളെ എപ്പോഴാ പോയത്? ഇന്നലെ പോയത് പറഞ്ഞിട്ടായിരുന്നു പോയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇവര് ഫോണിൽ വിളിച്ചാ കൊണ്ടുപോയത്. ഞാൻ എന്നോട് പറഞ്ഞില്ല പോയിപ്പോ. കുട്ടമ്പുഴയ്ക്ക് പോവാന്ന് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ഇവര് വിളിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയതാ. എന്തായാലും സമാധാനമായി അമ്മയ്ക്ക്. സമാധാനമായി. ഇനിയിപ്പോ 1 മണിക്കൂർ കൊണ്ട് നടന്നിങ്ങ് വരും അല്ലേ? അങ്ങനെയാണ് അവര് പറഞ്ഞത്. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ കാത്തിരിക്കുവാണ് കാണാൻ വേണ്ടിയിട്ട്. ശരി, എന്തായാലും എല്ലാവർക്കും വലിയ ആശങ്കയായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും വ്യക്തമായിരുന്നില്ല. ആനക്കൂട്ടമുണ്ട്, ഭയാനകമായ സാഹചര്യമാണ് എന്നത് മാത്രമായിരുന്നു എല്ലാവരെയും അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുടെ നിമിഷമായിരുന്നു. ഈ മായയുടെ വീടാണ് ഇവിടെ നാട്ടുകാരടക്കം ഓടിയെത്തിയിരുന്നു. എല്ലാവർക്കും പരിചയമുള്ള ആളുകളാണ്. സാധാരണ പശുവിനെ കാണാതാകുമ്പോഴൊക്കെ ഇങ്ങനെ തിരഞ്ഞ് അകത്തേക്ക് പോകാറുള്ളതാണ്. പക്ഷേ ഇത്രയും സമയം കാടിനകത്ത് അകപ്പെട്ടു പോകുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നത്. വലിയ തെരച്ചിലായിരുന്നു, സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിലായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഈ നാട്ടുകാരുൾപ്പെട്ട മായയുടെ മകൻ ഉൾപ്പെട്ട സംഘം ഈ 3 പേരെയും സുരക്ഷിതരായി കണ്ടെത്തിയിരിക്കുന്നത്. 3 പേരും സുരക്ഷിതരാണ്. അവർ അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറം കാടിനകത്താണ് അവരുള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ സമയമൊക്കെ എടുത്ത് നടന്നു വരും. ഷുഗറുള്ള ആളുകളാണ്. ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് സാവധാനം നടന്നു വരാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇവരെ അറിയിച്ചത്. പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല. എന്തെങ്കിലും തരത്തിൽ മെഡിക്കൽ സേവനം ആവശ്യമുണ്ടെങ്കിൽ അത് ഒരുക്കുമെന്ന് നേരത്തെ പോലീസ് അടക്കം വ്യക്തമാക്കി, കുട്ടമ്പുഴ CA അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ആശങ്കയുടെ നിമിഷം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ കൊടുങ്കാട്ടിൽ പശുവിനെ അന്വേഷിച്ച് ഉൾക്കാട്ടിലേക്ക് കടക്കുന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടാവുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീടാണ് ഇവർ ഉൾക്കാട്ടിലേക്ക്